യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഹലോ സർ. എന്തായി ജെയിംസ്? സേതു കുറ്റം സമ്മതിച്ചോ അതോ? സർ, ആദ്യം പറയുന്നതല്ലേ സാർ അയാളിപ്പോ പറയുന്നത്. വഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. ധ്രുവന് വിഷം കൊടുത്തതും സേതു തന്നെയാണെന്നാണ് ഇപ്പൊ പറയുന്നത്. അവനെങ്ങനെ മൊഴി മാറ്റി പറഞ്ഞ എന്ത് ചെയ്യും സാർ? ഒരു കാര്യം ചെയ്യും, അവനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സർ, അവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും സാർ. അവന്റെ സഹോദരിമാരെ ഭാവനയും ഭാനുവാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് സാർ. അത് താനാണോ തീരുമാനിക്കുന്നത്? ആദ്യം ഞാൻ പറയുന്നത് പോലെ ചെയ്യും. എത്രയും വേഗം അവനെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കണം. എനിക്ക് ഈ കേസിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അവനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് മൊഴി തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട് സാർ. പിന്നെന്തിനാ താമസിക്കുന്നത്? വേഗം അവനെ കൊണ്ടുവന്ന് നോക്ക്. ശരി സാർ. ഇവനെ മജിസ്ട്രേറ്റിന് ഹാജരാക്കാൻ കമ്മീഷണർ പറഞ്ഞിരിക്കുകയാണ്. സർ, ഞാൻ ഭാവന. ഇവിടെ കസ്റ്റഡിയിലുള്ള സേതുവേട്ടന്റെ സിസ്റ്ററാ. എനിക്ക് എന്റെ ഏട്ടനെ ഒന്ന് കാണണം. സേതുവിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി SP സാർ കൊണ്ടുവരിക. അയ്യോ, കോടതി അവധിയായതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എന്തിനാ സാർ കൊണ്ടുപോയത്? സേതു ആദ്യം പറഞ്ഞതല്ല ഇപ്പൊ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് മൊഴി മാറ്റി പറഞ്ഞോണ്ടിരിക്കുക. സേതുവേട്ടൻ ഇപ്പൊ പറഞ്ഞത് എന്താ സാറേ? ആദ്യം പറഞ്ഞത് ധ്രുവനെ കൊന്നിട്ട് കത്തിച്ചു കളഞ്ഞു എന്നാ. ഇപ്പൊ അത് മാറ്റിയിട്ട് വിഷം കൊടുത്ത് കുഴിച്ചു മൂടിയെന്നാ പറയുന്നത്. ഇനി എന്താ പറയുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ സത്യം പറഞ്ഞേ പറ്റൂ. സാർ, മജിസ്ട്രേറ്റിന്റെ വീട് എവിടെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും പാടില്ല. പിന്നെ നിങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ പറയാം. ആ VIP നഗറിലെ 4ാമത്തെ വീടാ. ഓക്കെ, താങ്ക് യു സർ. സേതു, ഇനിയും നിനക്ക് സത്യം പറയാൻ സമയമുണ്ട്. ധ്രുവനെ ആരാണ് കൊന്നതെന്ന് എനിക്കറിയാം. സ്വന്തം സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയാടാവണോ വേണ്ടേന്ന് ഒന്നുകൂടെ ചിന്തിക്കും. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ജയിലഴിക്കുള്ളിൽ തീരും നിന്റെ ജീവിതം. ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നീ എന്ന കാര്യം മറക്കണ്ട. എന്തു പറയുന്നു? സോറി സാർ, എനിക്കതൊരു വിഷമവുമില്ല. കാരണം എൻ്റെ സഹോദരിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ധ്രുവനെ കൊന്നത്. ഇതിന് കോടതി എന്ത് ശിക്ഷ വിധിച്ചാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സാർ. ഇനി നിന്നെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. അനുഭവിക്കുക, എന്നാലും നീ പഠിക്കും. അതിനകത്തേക്കൊണ്ട നടക്കും. ഹലോ. യെസ് യെസ്, നാളെ കോർട്ടിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, യാ. സർ, ഇതാണ് പ്രതി സേതു. ഇയാളുടെ അഫെയറാണ്. സേതു, ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണോ? അതെ സാർ. ധ്രുവനെ സേതുവാണ് വിഷം കൊടുത്ത് കൊന്നതെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതാരെങ്കിലും സേതുവിനെ കൊണ്ട് നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ പറയിപ്പിച്ചതാണോ? അല്ല സാർ, ഞാൻ ചെയ്ത കാര്യം തന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ധ്രുവനെ സേതു എങ്ങനെയാണ് കൊന്നതെന്ന് ഒന്ന് വ്യക്തമായി പറഞ്ഞേ. സാർ, ഞാൻ ധ്രുവന് വിഷം കൊടുത്തു. എന്നിട്ട് സഹോദരിയെ ഉപദ്രവിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ
ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കം മുതലേ സേതുവിന്റെ സഹോദരിമാരായ ഭാവനയുടെയും ഭാനുവിന്റെയും പേര് പറയുന്നുണ്ടല്ലോ. അതെന്താ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? എന്റെ സഹോദരി ഭാനുവിനെ പല സന്ദർഭങ്ങളിലും വെച്ച് ധ്രുവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മണ്ഡപത്തിൽ വെച്ചും അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അങ്ങനെ ആ സമയത്ത് എന്റെ സഹോദരി ഭാവന ധ്രുവനെ തല്ലുകയും ചെയ്തു. ആ ഒരു കാരണം കൊണ്ടാണ് സർ ഭാവനയും ഭാനുവിനെയും പോലീസ് സംശയിച്ചത്. അല്ലാതെ അവർക്ക് ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവുമില്ല സർ. ജെയിംസ്, സർ, സേതുവാണ് ഈ കൊല ചെയ്തതെന്നുള്ളതിന് സേതുവിന്റെ മൊഴിയല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ല സർ. ഓക്കെ, കോടതി അവധി കഴിയുന്നത് വരെ സേതുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ സർ. 5 ദിവസം കഴിഞ്ഞ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കണം. ഓക്കെ സർ. താങ്ക് യു സർ. ഇവന് ജിപ്പിലോട്ട് കയറ്റിക്കോ, ഞാൻ തരും. സർ. ഹലോ. സൂര്യ, കേറ്. സർ 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 ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഏട്ടനോടൊന്ന് സംസാരിച്ചോട്ടെ. അതെ, ഇവിടെ വെച്ച് പ്രതിയോട് സംസാരിക്കാൻ പാടില്ല. സർ SP സാർ കണ്ട വഴക്ക് പറയും. സർ സർ പ്ലീസ് സർ, 2 മിനിറ്റ് ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് പൊയ്ക്കോളാം സർ. ശരി, വേഗാവട്ടെ. സേതുട്ടാ, സേതുട്ടാ, എന്തിനാ സേതുട്ട വീണ്ടും മൊഴി മാറ്റി പറഞ്ഞേ? വിഷം ഉള്ളിൽ ചെന്നാണ് ധ്രുവം മരിച്ചെന്നറിഞ്ഞിട്ടും സേതുട്ടൻ എന്തിനാ മൊഴി മാറ്റി പറഞ്ഞെന്ന്? ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എന്നെ അവർ വെറുതെ വിടുമായിരിക്കും. പക്ഷെ നിങ്ങളെ രണ്ടുപേരും അവർ കസ്റ്റഡിയിലെടുക്കും. കൊല ചെയ്ത് ഭാനു അല്ലെങ്കിലും ബോഡി കൊണ്ട് മറവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരുടല്ലേ. ഒറ്റ കാരണം മാത്രം മതി മോളെ, നിന്നെയും ഭാനുവിനെ ഇവർക്ക് പ്രതികളാക്കാൻ. സേതുവേട്ടൻ ഈ കാണിച്ചത് വെറും അബദ്ധമാണെന്ന് ഞാൻ പറയും. അവർക്കിപ്പോ അറിയേണ്ടത് ധ്രുവന്റെ ഉള്ളിൽ വിഷം എങ്ങനെ പോയി എന്നതിനെ കുറിച്ചാണ്. അതിന്റെ അർത്ഥം ആ മണ്ഡപത്തിൽ തന്നെ ധ്രുവന്റെ യഥാർത്ഥ കൊലയാളി ഉണ്ടായിരുന്നു എന്നല്ലേ? അതെ സേതുട്ടാ, ധ്രുവനോട് പകയുള്ള ആരോ അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ആ പക ബുദ്ധിപൂർവ്വം തീർക്കുകയും ചെയ്തു. ഇപ്പൊ പ്രതികരിക്കുന്നത് സേതുവേട്ടന. അതൊന്നും സാരമില്ല മോളെ, ഞാൻ ചെയ്തൊരു തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല.